വെളിച്ചം എന്തിനാ ഉപയോഗിക്കുന്നത്? പാവത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്താൻ. ഈശോയുടെ തിരുരക്തത്തിന്റെ വെളിച്ചം നമ്മളിലുണ്ടെങ്കിൽ ഒരു പാവത്തിന് നമ്മൾ വീണു പോകത്തില്ല. സങ്കീർത്തനം 119:18 കർത്താവെ അങ്ങേക്കെതിരായിട്ട് പാവം ചെയ്യാതിരിക്കേണ്ടതിനോടൊക്കെ വചനം എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. സങ്കീർത്തനം 119:18 ആണോ? എന്ത് കേൾക്കുന്ന അതുപോലെ പറഞ്ഞു പോകുന്നു. 11 വാക്യം, 119:11 വാക്യം. എത്രയോ നാളുകൊണ്ട് കേൾക്കുക നിങ്ങൾ. അതുകൊണ്ട് ആ ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടത് തയ്യാറാകുന്നെങ്കിൽ ഈശ്വര സ്വഭാവത്തിലേക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് തീരുമാനങ്ങളുടെയൊക്കെയാണ്, കർത്താവ് ഇന്നു മുതൽ എന്റേതായ സ്വഭാവങ്ങളൊന്നും എനിക്ക് വേണ്ട, എന്റെ സ്വഭാവമാണ് എന്നെ നശിപ്പിക്കുന്നത്, തകർച്ചയിലേക്ക് പോകുന്നത്. കാരണം നിങ്ങൾ പ്രാർത്ഥനയും കഴിഞ്ഞ് ഭവനങ്ങളിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഭവനത്തിലിരിക്കുന്നവർ നിങ്ങളെ കണ്ട് വേണം മാനസാന്തരപ്പെടുന്നത്, ഇല്ലേ? നിങ്ങളെ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളെ കണ്ടിട്ട് അവരെങ്ങനെയായിരിക്കും മാനസാന്തരപ്പെടുന്നത്? വല്ലോ ഒരലോ കുഴവിയോ വെട്ടത്തെയോ പിച്ചാത്തെയൊക്കെ എടുത്ത് എറിഞ്ഞ അവർ മാനസാന്തരപ്പെടുന്നു, ഇല്ലേ? നിങ്ങളുടെ വാക്കും പ്രവർത്തിയൊക്കെ കേട്ട് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് തിരിച്ചങ്ങോട്ട് ചെല്ലുമ്പോഴേ രക്ഷമാവരെ ശാന്തമായിട്ട് തിരിച്ചങ്ങോട്ട് ചെല്ലുന്ന വീട്ടിലോട്ട്, ഇല്ലേ? എന്തൊരു സമാധാനം. ഇവിടെ എത്ര പക്വതയായിട്ടായിരിക്കും, കുഴപ്പമില്ല. ഇതുപോലെ ഡീസൻ്റായിട്ട് ധ്യാനത്തിന് ഉപയോഗിച്ച് ഭയങ്കര പുള്ളിക്കേട് എന്ന വീടിനുണ്ട്. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര തീയതി, പരിശുദ്ധാത്മാവ് മൊത്തം മറന്നു. എന്നിട്ട് പോയി രാവിലെ ഇറങ്ങും, പള്ളിയിൽ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഏതെല്ലാം വീടുകളിൽ കയറി പാരയൊക്കെ ഗുണപ്പെടുത്ത അവിടെ എല്ലാം പോയി എത്തുന്നത്. പള്ളിയിൽ ചെല്ലുമ്പോൾ റോഡുകളെല്ലാം കണ്ട് അച്ഛനിടയിൽ അറിയത്തില്ലായിരുന്നു എന്റെ വകുപ്പൊന്നും. പാലടിച്ചിരിക്കുന്നത് ഏറ്റവും നല്ലൊരു ഭക്തയായ ലേഖത്തിയെന്ന അച്ഛൻ വിചാരിച്ചിരുന്നത്. അവരുടെ പ്രാർത്ഥനയും കൈപൊക്കും കയ്യടിയും പാട്ടും ഒന്ന് ആടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ചാടും. അത്രമാത്രം ബഹളമായിരുന്നു കാണിച്ചത്. അപ്പൊ അച്ഛൻ വിചാരിച്ച് ഭയങ്കര പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനമാണ് ഈ വ്യക്തിയിലുള്ളത്. അങ്ങനെ എന്തായാലും ഒരു ദിവസം പരിശുദ്ധാത്മാവ് താമസിക്കുന്ന വീട്ടില് അവരൊരു കയ്യാലയുടെ മേളിലാണ് താമസിക്കുന്നത്. കുറേ സ്റ്റെപ്പ് കയറി വേണം മേലോട്ട് ചെല്ലുണ്ട്. അങ്ങനെ സ്റ്റെപ്പ് കയറി അച്ഛൻ താഴേന്ന് മേലോട്ട് ചെന്നപ്പോൾ ഒരു മുന്നറിയിപ്പില്ലാതായില്ലെന്ന്. ഭക്തയായ മറിയച്ചേട്ടത്ത് താമസിക്കുന്ന വീട്ടില് താഴെ ചെന്നപ്പോഴേ വലിയ ബഹളവും കുറവൊക്കെ കേൾക്കാം. ഒരിക്കലും അച്ഛൻ പ്രതീക്ഷിച്ചില്ല, ഈ വീട്ടിലാണെന്നും പ്രതീക്ഷിച്ചില്ല. അവസാനം അച്ഛന് മേലോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്നൊരു ചട്ടി കറങ്ങി ഈ മറിയച്ചേട്ടത്ത് പുറത്തേക്ക് കയറി പറയില്ല. ഭർത്താവ് ആ ചട്ടിയെടുത്ത് എറിഞ്ഞതാകത്തുന്നു. മീൻകറി വെച്ച് വെച്ചിരുന്ന ആ കറിച്ചട്ടിയെടുത്ത് ഏറെ ഒരു എറി വെച്ച് കൊടുത്തിട്ട് ആ ചട്ടി കറങ്ങിയാണ് അച്ഛന്റെ നെഞ്ചത്താവാൻ ഇടിച്ചു. ആ അച്ഛന്റെ നെഞ്ചത്ത് വന്ന് ഇടിച്ചു നിന്ന് ചട്ടി. സാധാരണ പാലഭിഷേകം നെയ്യഭിഷേകമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് ആ മുളകഭിഷേകമെന്ന് ആദ്യമായിട്ട് അച്ഛൻ അനുഭവിച്ചു. അന്നത്തെ കാര്യം ഇങ്ങനെ അച്ഛൻ മറിയച്ചേട്ടത്തോട് ചോദിക്കുമായിരുന്നു, അമ്മാലും എന്റെ ചേട്ടത്തി ഇതായിരുന്നു ഈ അഭിഷേകമെല്ലാം നടന്നതവിടെ. ഇത്ര വലിയ പരിശുദ്ധാത്മാവായിരുന്നു ഇവിടെ നടന്നിട്ടില്ല. അപ്പോഴേ സമൂഹത്തിറങ്ങിയിട്ട് എന്ത് കാപട്യം നമ്മൾ കാണിക്കാം. വീട്ടിലോ നമ്മുടെ ഭവനങ്ങളാണ് ആദ്യം സ്വർഗജില്ലയായിട്ട് തീരേണ്ടത്. ആ ഭവനം സമാധാനമില്ലാത്ത അന്തരീക്ഷമാണെങ്കിൽ എവിടെ പോയാലും ഒരു സമാധാനം കിട്ടത്തില്ല. ആ സമാധാനം ആരാ ഉണ്ടാക്കേണ്ടത്? ആരാ സമാധാനം ഉണ്ടാക്കേണ്ടത്? അവരോട് തന്നെ. അസൂയയും കുശുമ്പും വെറുപ്പുമൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ക്ഷമിക്കാൻ സാധിക്കത്തില്ല. ഈ ദേഷ്യം നമുക്കുണ്ടാകുന്നത്
അസൂയയും കുശുമ്പൊക്കെ ഉണ്ട്. അസൂയയും കുശുമ്പും ഇല്ലെങ്കിൽ ദേഷ്യമില്ല. അപ്പൊ ദേഷ്യമുള്ളവർ ചിന്തിച്ചുള്ള എനിക്ക് അസൂയയും കുശുമ്പും എന്റെ ജീവിതത്തിൽ ഉണ്ട്. ആ അസൂയയും കുശുമ്പും മാറ്റിയാൽ പിന്നെ ഒരു കാരണവശാലും നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകത്തില്ല. നിശബ്ദമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പ്രൈസലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളുടെ ഈ ഒരു വാക്ക് നമ്മൾ നിർത്തണം. ഈ അന്നാലും എന്നുള്ള ഒരു വാക്ക് നമ്മൾ നിർത്തണം. അന്നാലും കർത്താവേ, നിങ്ങളിത് പറയുന്നുണ്ട്, അന്നാലും നമ്മള് പച്ചയായ മനുഷ്യരല്ലയോ. വചനം പ്രഘോഷിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാലും നമ്മള് പച്ചയായ മനുഷ്യരല്ലയോ എന്ന് പറയാറുണ്ട്. പിന്നെ പാപിയും ബലഹീനരുമായിട്ടുള്ള മനുഷ്യരാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലേ? നമ്മളെ പാപിയും ബലഹീനരൊക്കെയാണോ? ആർക്കും അനക്കമില്ലേ? പാപിയും ബലഹീനരൊക്കെയാണോ? ആണ്. അതുകൊണ്ട് കർത്താവ് ജോലി വരാം. അല്ലേ? നമ്മൾ ജനിക്കുന്നതിന് മുമ്പാണ് കർത്താവ് മരിച്ചത്, നമ്മൾ ജനിച്ചതിന് ശേഷമാണ് മരിച്ചത്. നമ്മള് ജനിക്കുന്നതിന് മുമ്പ് കർത്താവ് 2000 വർഷത്തിന് മുമ്പാണ് മരണം സ്വീകരിച്ചത്. നമ്മളിപ്പോ എത്രാമത്തമാണല്ലോ നമ്മളിപ്പോ ജീവിക്കുന്നത്? 2013 നമ്മൾ ജീവിക്കുക. അല്ലേ? ഇതിനോടപ്പുറം എത്ര തലമുറ കടന്നുപോയി. നാണമുണ്ട് എപ്പോഴും പറയാനായിട്ട്. ഞങ്ങൾ ബലഹീനര്, ബലഹീനത, ഞങ്ങളങ്ങ് ഒട്ടം ബലം. കാരണം വേണ്ടാതിനം ചെയ്യേണ്ട മാത്രം ഞങ്ങൾ ഒരുപ്പെട്ട് ഇറങ്ങിയിരിക്കുക. ഇല്ലേ? എവിടെല്ലാം ഏതെല്ലാം രീതി കേട്ടാലും കരഞ്ഞു പറഞ്ഞാലും ഏതെല്ലാം ബോധ്യം തന്നാലും അനുസരിക്കാൻ തയ്യാറല്ല. ഈ ഒരു വാക്ക് പിശാച് പറഞ്ഞു തരും. വചനം പ്രഘോഷിക്കുന്നതിലൂടെ തന്നെ ഈ ഒരു വാക്ക് പറഞ്ഞു തരികയെ, ഞാൻ ബലഹീനത, പാപിയ, ആ പാപത്തിൽ നിന്നും മോചിപ്പിച്ചാണ് നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ഇനി ചെയ്യത്തില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനം എടുക്കേണ്ടതാണ്. എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ദൈവവചനം ശ്രവിക്കാനായിട്ട്, ദൈവത്തിന്റെ വാക്കുകള് കേൾക്കാനായിട്ട് നമ്മൾ ധ്യാന സ്ഥലങ്ങളിലും പ്രാർത്ഥന സ്ഥലങ്ങളിലൊക്കെ ചെല്ലുന്നത്. അത് കേട്ട് കഴിഞ്ഞിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഈ അർത്ഥത്തിലാണ്. കർത്താവ് പറഞ്ഞു, എന്റെ സ്വർഗസ്നായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുക. നിങ്ങൾക്ക് പരിപൂർണതയിൽ എത്താനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വേറൊരു യേശുവാകാനായിട്ട് സാധിക്കും. കർത്താവ് പറഞ്ഞിട്ട്, നിങ്ങളെ ഞാനിനിയും ദാസരെന്ന് വിളിക്കത്തില്ല, എന്റെ സഹോദരങ്ങളും സഹപ്രവർത്തകരുമെന്നാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. ആ സഹസ്ഥാനം ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നപ്പോഴ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ഭാവിയും ബലഹീനരുമാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? പിശാചിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വാക്ക് എങ്ങും ചെന്നെത്തത്തില്ല. ഞാൻ പാപിയാണ്, ബലഹീനാണെന്നുള്ള വാക്കൊരിക്കലും എങ്ങും ചെന്നെത്തില്ല, എത്താൻ സാധിക്കത്തില്ല. കാരണം കർത്താവ് 2000 വർഷത്തിന് മുമ്പ് അവസാനമുള്ള രക്തം വരെയും ചിന്തി ജനിക്കാനിരിക്കുന്ന വരും തലമുറകളവരെയും പാപം മോചിപ്പിച്ചാണ് അവിടുന്ന് ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് തിരുരക്തത്തിന്റെ പ്രാർത്ഥനകൾ ദൈവം തരും, പിശാചിൽ നിന്നും വേർത്ത് മാറാൻ. ഇപ്പോഴും എനിക്ക് പിശാചിനെ മതി, ദൈവത്തെ വേണ്ട. പിശാചിന്റെ സ്വഭാവങ്ങള്, പിശാചിന്റെ പ്രവൃത്തി, ആരെങ്കിലും ഒരുത്തം നിന്ന് വീടിയിരിക്കുന്ന ഉടനെ അവരെ വലിയ പലിശക്കലേ പറ്റത്തുള്ളൂ. ഏതെങ്കിലും ഒരു കള്ളുഷാപ്പ് ഉണ്ടാവും, ഉടനെ അതിന്റെ പുറകിന് പോയേ പറ്റത്തുള്ളൂ. ഇവരെ ഇതിന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ജനങ്ങളെ കണ്ടുകൊണ്ട് വണ്ടിക്കകത്തിരുന്നുകൊണ്ട് വെള്ളം ഇറക്കുക. ഇതോടൊന്ന് ഇറങ്ങി കയറി നിശ്ചയായിരുന്നു. 10 പലിശയാണ് ദൈവത്തെക്കാൾ വലുത്. ജൂദാസ് എന്ന് പറയുന്ന മകനെ ഈശോ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത അദ്ദേഹത്തിനോട്. വ്യക്തിപരമായിട്ട് ഒരുപാട് സംസാരിച്ചു ജൂദാസിനോട്. അനുസരിച്ചില്ല. പൈസകളുടെ ആർത്തി എത്രമാത്രം ഈശോ
ആ മനുഷ്യനോട് സംസാരിച്ച് നിന്റെ വഴി ശരിയല്ല, നീ മാറണം, പൈസയുള്ള വ്യാമോഹം നീ നിർത്തണം, നിന്നെ നശിപ്പിക്കും. കേട്ടില്ല, അനുസരിച്ചില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം പൈസ മരണത്തിലേക്ക് നയിക്കത്തുള്ളൂ, രക്ഷയിലേക്ക് ഒരിക്കലും നയിക്കത്തില്ല. പൈസ ഒരു മനുഷ്യന് മരണത്തിലേക്ക് മാത്രമേ നയിക്കത്തുള്ളൂ. അതുകൊണ്ട് എത്രമാത്രം ആർത്തി വെക്കുന്നു, ആദ്യം നിന്റെ ആത്മാവ് മരിക്കും. അതിനോടുള്ള ആർത്തി നീക്കം നിന്റെ ആത്മാവ് മരിക്കും. അതിനുശേഷം നിന്റെ ജഡം അതേപോലെ തന്നെ ആയിത്തീരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാനായിട്ട് പല വകുപ്പുകളെന്ന് പറയുന്നത്. അവിടുന്ന് അവർ വന്ന് ഇവർ വന്ന് അങ്ങനെ വന്നുപോയി ഇങ്ങനെ വന്നുപോയി എന്നൊക്കെ നിങ്ങൾക്ക് ഓരോ ഉപാധികൾ വരുന്നത് ദൈവത്തിലുള്ള ആശ്രയബോധമോ ദൈവ ഭയമില്ലാത്തതുകൊണ്ടാണ്. കാരണം അവിടെ വന്നിരിക്കുന്ന നിമിഷ നേരം കൊണ്ട് പിൻവലിക്കും. ദൈവം നിങ്ങൾക്ക് എന്ത് അനുഗ്രഹം തന്നിട്ടുണ്ടോ അതെല്ലാം നിമിഷ നേരം കൊണ്ട് അത് പിൻവലിക്കപ്പെടും. വേറെ എങ്ങനെ നിങ്ങൾ പോകണ്ട. യോബിനെ ഒന്ന് പരിശോധിച്ചാൽ മതി. യോബിന് സകല മഹത്വങ്ങളും ഉണ്ടായിരുന്നു. യോബിന് ആ ഉണ്ടായിരുന്ന സകല മഹത്വങ്ങളും ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ശരീരം മൊത്തം ചെറിയ ചിറങ്ങിയായിട്ട് തീർന്നു. ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം അദ്ദേഹത്തിനുണ്ടായപ്പോഴും പറഞ്ഞു, ഞാൻ നഗ്നനായിട്ട് അമ്മയുടെ തരത്തിൽ നിന്ന് പുറത്തു വന്ന് ഒന്നുമില്ലാതെ ശൂന്യനായിട്ട് വന്ന് ദൈവം തന്ന് ദൈവം എടുത്ത് അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരുത്തരും ആഗ്രഹിക്കുന്നു നമ്മുടെ വീട്ടിലോട്ട് വന്ന് കർത്താവൊന്ന് ഇടപെട്ട വലിയ കാര്യമായിരുന്നു. നാം സൂത്രപ്രയോഗവും കണ്ടകടച്ചാലും എല്ലാം ഒന്ന് മാറ്റി നമ്മുടെ വീട്ടിൽ വന്നൊന്ന് സമാധാനപ്പെടുത്തിയാല് കുഴപ്പമൊന്നുമില്ലല്ലേ? ഈ മരിയസനിലോ സിജനിലോ എവിടെയെങ്കിലും ധ്യാനകേന്ദ്രത്തിൽ പോകുന്ന അത് പറ്റുമോ? പറ്റുന്ന കാര്യമാണോ അത്? ഒരു വ്യക്തിയെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ അത്യാവശ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരെ ഒന്ന് വരണം. ഫോൺ എടുക്കുകയും ഞാൻ കേൾക്കുന്നതാണ്, ഞാൻ പ്രൈസറെന്ന് പറയണമെന്ന് കേൾക്കാൻ മനസ്സില്ല. വീട്ടിൽ വരണം, വീട്ടിൽ വരണം, ഞങ്ങളുടെ വീട് മൊത്തം പൊടിഞ്ഞു കിടക്കുക, തകർന്നു കിടക്കുക, വീട്ടിൽ വാ, വീട്ടിൽ വാ. ഞങ്ങൾക്ക് എന്താ നിങ്ങൾ പറയുന്നു? ഞങ്ങൾക്ക് ആരെ ഈ നമ്പർ ചെയ്യുന്നു? അതൊരു സിസ്റ്ററാണ് എന്ന നമ്പർ. ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വാ, വീട്ടിൽ വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിസ്റ്ററിനോട് ഒന്നും പറഞ്ഞില്ലായിരുന്നു ഈ നമ്പർ വന്നിട്ട്, ഒന്നും പറഞ്ഞില്ലായിരുന്നു സിസ്റ്റർ. അതെ പറഞ്ഞില്ല സിസ്റ്റർ, ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇവിടെ വന്നാൽ മതി, ഇവിടെ പ്രശ്നമെല്ലാം പരിഹാരമാണെന്ന് പറഞ്ഞു. അവിടെ ഫോണെടുത്തിട്ട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ വാ, ഞങ്ങളുടെ വീട്ടിൽ. ഞാൻ പറഞ്ഞു, സാധാരണ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലുള്ള വകുപ്പല്ലത്. ഏതെങ്കിലും ഒരു ഭവനത്തെ വരണമെന്നുണ്ടെങ്കിൽ പിതാവിനോട് അനുമതി ചോദിച്ച് ആ അനുമതി പ്രകാരമാണ് വീട്ടിൽ വരുന്നത്. പിതാവ് അനുവദിച്ചെങ്കിലും അവിടെ വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ വരാനായിട്ടുള്ള പ്രശ്നങ്ങൾ തടസ്സങ്ങളൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നേരത്തെ വന്നിവിടുന്ന പ്രാർത്ഥന, പല വ്യത്യസ്തമായുള്ള പ്രാർത്ഥന വന്നുവിടുന്നത്. ആ പ്രാർത്ഥന വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാണ്ട് തുടങ്ങി കഴിയുമ്പോഴാണ് തടസ്സങ്ങൾ മാറുന്നത്. അങ്ങനെയാണ് ഭവന സന്ദർശനത്തിൽ വരുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറിയിട്ട് പിന്നെ അതിന്റെ അടുത്ത വീട് അതിന്റെ അപ്പുറത്തെ വീട് അങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന ഒരു വകുപ്പല്ലത്. കാരണം കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഏത് ഭവനത്തിൽ ചെല്ലുന്നോ അവിടെ ഏതെങ്കിലും ഒരു ഭവനങ്ങളെ നിങ്ങൾ നോക്കി വെക്കുക, ആ ഭവനത്തിൽ നിങ്ങൾ ആയിരിക്കുക. അവിടെ കാണുന്ന എല്ലാ ഭവനങ്ങളും നിങ്ങൾ കയറി ഇറങ്ങിയരുത്. കയറി ഇറങ്ങാൻ പറയുന്നുണ്ടോ? എല്ലാ ഭവനങ്ങളിലും കയറരുത്. അതുകൊണ്ടാണ് ഒരു ഭവനത്ത് വരുമ്പോൾ നിങ്ങളുടെ അയലത്തുള്ള വീട്ടുകാരെ എല്ലാം ആ ഭവനത്ത് വിളിച്ചു കൂട്ടുന്നു. ഇപ്പോഴേ ഏതെങ്കിലും ഭവനത്തിൽ വരാനിരിക്കുമ്പോൾ അവിടെയുള്ള ആളന്മാർ വിളിച്ചു പറയുന്നുണ്ട്, ബ്രദറെ ഇങ്ങോട്ട് വരാനായിട്ട് അനുമതിയില്ല, ഞങ്ങൾ അച്ഛൻ അനുവദിക്കുന്നില്ല, ഞങ്ങളുടെ അച്ഛൻ അനുവദിക്കുന്നില്ല ഇങ്ങോട്ട് വരാൻ. പ്രൈസ് ദി ലോർഡ്. അതിനെന്തോ ചെയ്യുന്ന? അച്ഛൻ അനുവദിക്കുന്നില്ല, പിന്നെ എന്തോ ചെയ്യണ്ടേ? എന്തോ ചെയ്യണം? പിന്നെ ഞാനിങ്ങനെ എവിടെ പറഞ്ഞ ഒരു കാര്യം, നിങ്ങളുടെ ഭവനത്തുണ്ടാകേണ്ട മാറ്റം ആരെ നടത്തുന്നുണ്ട്? അച്ഛൻ ചെയ്തു തരാൻ പറയുന്നു. ഇവിടുന്ന് കാഞ്ഞോട്ടം ഇപ്പം കന്യാകുമാരി പോയി പ്രശ്ന പരിഹാരം ഉണ്ടാകുന്ന നിർബന്ധമല്ലോ ഉണ്ടോ? അതിനോട് അവരും കൂടെ സഹകരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അറിയുന്നവർക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ശക്തിയോടെ പള്ളിയിലിരിക്കുന്ന അച്ഛനോട് ഒരു ഭവന സുന്ദരത്തിന് വരുന്ന ഭവനത്തുള്ളവരെന്ന് ചോദിച്ച് അച്ഛൻ പറഞ്ഞു യാതൊരുവിധ പ്രശ്നവുമില്ല, വരുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, എത്രയും നേരത്തെ വരാൻ പറ്റുമോ അത്രയും നേരത്തെ വരുന്നതുകൊണ്ട് ഒരു വിഷയമില്ല. കാരണം അച്ഛന് അറിയാവുന്നത് ആ സംഭവം എന്തുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കാരണം എന്റെ ജീവിതം പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നതാണ് പിന്നെ ഞാൻ അനുസരിക്കുന്നത്. അല്ലാതെ മനുഷ്യ വാക്കുകൾക്കല്ല നമുക്ക് പ്രാധാന്യം, മനുഷ്യ പ്രീതിക്ക് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത്.